അപ്പൊ വെൽക്കം ബാക്ക് ടു ദ ട്വിൻസ് ചാനൽ. തോമസ് ഉണ്ട്, ലൈക്ക് ഇസ് മൈ ഫ്രണ്ട് ഫ്രം എ ലോങ് ടൈം. നമ്മുടെ ചൈൽഡ്ഹുഡ് ബഡിയാണ്. പിന്നെ അല്ലെ നിന്റെ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു, ലൈഫ് പ്രോജക്ട് കോ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് അല്ലേ? യൂട്യൂബ്. ഓക്കെ, ഞാൻ അത് ലിങ്കിൽ ഇടാം, ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പരിപാടി ഇടാം. സോ വിത്തൗട്ട് ഫർദർ ഡു, ജനനായകൻ ട്രെയിലർ, ഇളയ തലപ്പതി. ഓക്കെ, ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. തലപ്പതി എന്ന് പറഞ്ഞല്ലേ എന്നാ? ഇത് അല്ലേ? நான் சாதா மேன் தான் பேபி. அதை செய்யற சம்பவம்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. അനിരുദ്ധ് பொண்ணுங்களுக்கு பயம் இருக்க கூடாது. മമ്മിതായിരിക്കില്ലേ? ഓ, തങ്കച്ചി, അത് മസ്റ്റ് ആണല്ലോ. இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடுங்க. പ്രശ്നമാണ്. നോക്കിയാണ് അത് വിജയ് ഇത്ര പ്രശ്നം എല്ലാരും ഉണ്ടല്ലോ. ഇത് ഒരു ലോഡാണ്. ഫൈനൽ പടമല്ലേ? பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்றேன்னு இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. എന്തൊക്കെ കാണിക്കില്ലേ? மொத்த ஐயோக்கியனுங்களும் ஒண்ணா நிக்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒண்ணும் பண்ண முடியாது. விலகி போ. അത് വിജയല്ലേ ഡാൻസ് കളിച്ചത്? இப்போ கொன்ன கடவுளாயிடுவான். എടാ, ഇത് അത് തന്നെ ഫോട്ടോ കൊണ്ടേ പോകും. முடியாத சிலுவையில പോലീസ് ഉണ്ട്, അനിയത്തി ആർമി. அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, ஒரு ஐடியாவே இல்ல. ஐ ஆம் கமிங். அரசியலுக்கு வாங்கடா. അടിച്ചു വെച്ച് നീ വെയിറ്റ് അല്ല ഫൈനൽ ടൈം എന്നാണോ? അതൊന്നും കാണിച്ചില്ലല്ലോ. ഏതാ വൺ ലാസ്റ്റ് ടൈം കാണിച്ചാ? ഇല്ല, കാണിച്ചിട്ടില്ല. രക്ഷയില്ല കേട്ടോ. അല്ലേ? അപ്പൊ അതൊന്നും എന്ത് മനസ്സിലായി? ലാസ്റ്റ് ഇനി വരും. ഇനിയും ഉണ്ടാവും. അല്ലേ, അത് എനിക്കും അങ്ങനെ ഒരു feel. കാരണം അതൊന്നും എവിടെയും കാണിച്ചിട്ടില്ല. EM എന്നുള്ള ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ഇനി വരാൻ പറ്റൂല്ലേ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട്. പദവിയിലോട്ട് ഇതുവരെ കേറിയിട്ടില്ല. അല്ലാതെ ആക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട് ഉറപ്പായും. എനിക്ക് തോന്നുന്നില്ല നിർത്തേണ്ട കാര്യമില്ലെന്നാണ് ഇല്ലെന്നാണ്. അതെ, ഒരു പൊളിറ്റിക്സ് വേറെ അഭിനയിക്കാൻ അതിന്റെ കൂട്ടത്തിൽ എടാ, ഇത് തീപ്പൊരി കേട്ടോ. ചെയ്ത് വെച്ചേക്കുന്നത് കൊള്ളാം. കൊറേ സംഭവം ഒന്നും മനസ്സിലായില്ല അതെ. എന്താ സംഭവം എന്നാലും അല്ല, ഇതിനെപ്പറ്റി ടിപ്പിക്കൽ എന്താണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള കറപ്റ്റ് പൊളിറ്റീഷ്യൻസിനെതിരെയുള്ള സംഭവങ്ങളാണെന്നുള്ളത്. ലഞ്ചം പരിപാടിയെല്ലാം സെയിം പരിപാടി തന്നെ. ഇങ്ങനെ ഫൈനൽ ആയതുകൊണ്ട് സ്റ്റോറി ലൈൻ എല്ലാം മാറി എടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. എല്ലാം സെയിം അനിയത്തിയുണ്ട്, അനിയത്തി തങ്കച്ചിയുണ്ട്, തങ്കച്ചി തല്ലുന്നുണ്ട്. ഓക്കെ, തങ്കച്ചി ആർമിയിലാക്കാൻ പോകുന്നു. പിന്നെ അവസാനം മിക്കവാറും നടക്കാൻ പോകുന്ന തങ്കച്ചി മരിക്കും. അതിന്റെ റിവെഞ്ച് പോലീസിൽ ചേരും. എല്ലാത്തിനെയും നശിപ്പിക്കും. ചിലപ്പോ അതാണ് കഥ വിളിച്ച് പറയാൻ പറ്റില്ല അല്ലേ?
പിന്നെ ഒബിയസ്ലി പുള്ളിയുടെ ഇപ്പോഴുള്ള മൂവീസിനെയൊക്കെ വെച്ചിട്ട് എന്താണ് ഈ രാഷ്ട്രീയത്തിനെ പക്ഷെ ഇതൊന്നും ആയിരിക്കത്തില്ല ഇപ്രാവശ്യം ഇത് മാറ്റി കഴിഞ്ഞില്ലേ. അതെ, നമുക്കും അതിലൊന്ന് പ്രതീക്ഷ വയ്ക്കാം. അതെ, ഇപ്രാവശ്യം ഒരു ഇത്തവണത്തേക്ക് ഒരു ചേഞ്ച് വരും, ഒരു ട്വിസ്റ്റ് കാണുവാണ് ഉറപ്പാണ്. ഇത് നേരത്തെ ഐ ആം വെയിറ്റിംഗ്, ഇത് ഐ ആം കമ്മിങ്. നിനക്ക് അവിടെ തെറ്റിയില്ലേ നീ പറഞ്ഞ മൊത്തം. അത് പിന്നെ അവസാനം ആ പടം കഴിഞ്ഞിറങ്ങി ഒരു 4-5 പടത്തിനകത്ത് അയം വെയിറ്റിംഗ് തന്നെ. ഇനി ഞാൻ അത് പറയൂല. പടം മാത്രമല്ല ഏവോ പടം ഒരു അയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ്, അതാണ് അങ്ങനെ ഒരു ഇതായി പോയി. ചേഞ്ച് പിടിച്ചതായി. മാറ്റി മറ്റേ പടം കാണി ഐ ആം കമ്മിങ്. ഒരു രക്ഷയില്ല. പക്ഷെ ചേഞ്ച് ഒന്നുമില്ല ശരിയാണ്. അല്ലേ? ചെയ്യുന്നില്ല. ഒരു ലാസ്റ്റ് സിനിമകളിലെല്ലാം അല്ലേ Look കൊള്ളാം. എടാ, അത് സംഭവം വെച്ചാൽ ആളുകൾക്ക് കുറച്ച് തടി വേണ്ടതാ. വെച്ചിട്ടുണ്ട്. കുറച്ച് വയറ് വയറൊക്കെ ചാടി ഷൂട്ടിംഗ് ഒന്നായില്ലേ പുള്ളി? എനിക്ക് തോന്നുന്നു ആ ഒരു തടിയൊരു ഇത് മറക്കാൻ ഡാൻസ് ഒക്കെ ഇപ്പോഴും മലേഷ്യയിൽ ഇവന്റ് ഉണ്ടായിരുന്നു. ഇല്ല. ഒരു രക്ഷയില്ല. ലൈവ് ഡാൻസ് ഉണ്ടല്ലേ? ഇൻസ്റ്റാഗ്രാം മൊത്തം മറ്റേ ഫോട്ടോ ഇട്ടിട്ട് മറ്റേ ഇത് കളിക്കുന്ന പെർഫോമൻസ് ഒക്കെ ഉണ്ട്. മറ്റേ ഒരു ഷോർട്സ് കുറച്ച് ഭാഗം. കച്ചേരിയെ കളിച്ചു സൂട്ടൊക്കെ ഇട്ടുണ്ട്. ഫുൾ ഓൺ സ്റ്റേഡിയം പാക്ട്. അത്ര എന്ന് പറയുന്നത് സൂപ്പർമാൻ പ്രഭുദേവ വന്ന് കഷ്ടപ്പെട്ട് എല്ലാം കളിച്ച് സാർ എണീച്ച് ചുമ്മാ 2 സ്റ്റെപ്പ് ഇട്ടപ്പോ നാട്ടുകാർ മൊത്തം പുതിയത് എന്തെങ്കിലും ട്രെയിലറിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അല്ല അങ്ങനെ ഒന്നുമില്ല. നമ്മള് പക്ഷെ നല്ലൊരു മാസ് എന്റർടൈനർ ആകും എന്ന് ഇല്ലടേ. പക്ഷെ എന്റെ മനസ്സ് പറയും എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിലെങ്കിലും ഒരു twist. അല്ല അതൊന്നും ബെസ്റ്റ് ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മൾ വേണമെങ്കിൽ കുറച്ച് മിത്തൊക്കെ അടിച്ചു വിടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്താണ് പറയണത്, ഈ ഒരു കോൺഫറൻസ് അതേപോലെ നമുക്കൊരു പരിപാടി വിടാം. സംഭവം ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ട്രെയിലർ ലോക്കി ആയിട്ട് അവർ ഇറക്കിയിരിക്കുന്നതായിരിക്കും. കാര്യം ചിലപ്പോ ഇത് കളഞ്ഞാലോ സെൻസർ ചെയ്ത് വന്നതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്. മൂവി ഇവിടെ അട്ടിമറിക്കാനുള്ള പല മൂവ്മെന്റ് അവിടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ റിലീസ് ചില അത് കേട്ടായിരുന്നു. വിജയ് ഈ പടത്തിൽ ഇപ്പൊ ഈ പടം ഇറങ്ങുന്നതിന്റെ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ രജനീകാന്തിന്റെ മൂവി എന്തോ റീ റിലീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് സെയിം ഡേറ്റില്. അതുപോലെ മാക്സിമം കളക്ഷൻ കുറയ്ക്കാൻ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് പണി കൊടുക്കണ്ടു ഒബിയസ്ലി. പിന്നെ അവരുടെ പുള്ളി ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയോ ലൈക്ക് ധനുഷ് 9-8 ഫൈറ്റ് ചെയ്യുന്നത്. പുള്ളി ഫൈറ്റ് ചെയ്യുന്നത് അവിടുത്തെ സിഎം ഒരു സിസ്റ്റത്തിന് ഒരു പൊളിറ്റിക്കൽ സിനിമയിലെ പോലെ സിസ്റ്റത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അതേത് റിയൽ ലൈഫിൽ പുള്ളി ഫേസ് ചെയ്യല്ല. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. ലൈഫ് പ്രോജക്ട് വാട്ട് യു തിങ്ക്? പ്രോജക്ട് സെയിം ആസ് യൂഷ്വൽ തന്നെ. വിജയ് പടത്തിനകത്ത് കാണുന്ന ഒരു യൂഷ്വൽ സാധനം തന്നെയാണ് മസാല എനിക്ക് തോന്നുന്നത്. പരിപാടി. മസാല, ഒരു മാസ് എന്റർടൈൻമെന്റ്. മാസ് എന്റർടൈനർ അത് വിജയ്ക്ക് ഒരു പുതിയ കാര്യമല്ല. പുള്ളി അതില് തകർത്ത് അതില് ഒരു സംശയമില്ല. അതിൽ എനിക്കൊരു ഇതില്ല. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ സിൻസ് പുള്ളി ലാസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് തിയേറ്റർ പൊളിച്ചെടുക്കാനുള്ള പരിപാടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫൈറ്റ്, മാസ്, പിന്നെ ഈ അതെ, ആ ഒരു അറസ്റ്റിനെതിരെയുള്ള അതേപോലെ അത്യാവശ്യം വിജയനെ ഇഷ്ടപ്പെടുന്നവർക്കും തകർക്കാനുള്ള ഒരു സാധനം ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ അവിടെ മൂവിയിൽ തന്നെ പുള്ളി വരാതെ പോലും ആ സിനിമയിൽ പുള്ളിയുടെ ഒന്നുമില്ല. ബട്ട് എടുത്തിട്ട് കൊടുത്ത ഹൈപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്കൊന്ന് വിജയ് ഫാൻസിന്റെ ആ മൂവിയിൽ അത്യാവശ്യം നല്ലൊരു കണക്ഷന് കാരണമാണ്. തീർച്ചയായിട്ടും. സോ എനിവൈസ് ട്രെയിലർ അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല വമ്പൻ ട്രെയിലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെ ട്രെയിലറിൽ ഒരു വൻ സാധനം അകത്തുണ്ട്. നമുക്കൊരു ലാസ്റ്റ് ട്രെയിലർ ആയിട്ട് തോന്നിയില്ല. പറയുന്നില്ല. ട്രെയിലറിൽ അങ്ങനെ ഒരു ഇത് കാണിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഒരു ഡയലോഗ് ഒന്നുമില്ല. ട്രെയിലറിൽ പോലും അതിന്റെ ഒരു ഒന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് മൂവി എന്നോ പറയാൻ പറ്റില്ല. ചിലപ്പോ ഇനി അടുത്ത ട്രെയിലർ ഇറങ്ങും, ചിലപ്പോ അതിൽ കാണുമായിരിക്കും. ഇനിയിപ്പോ ഇത്ര ദിവസത്തിനകത്ത് പറയാൻ പറ്റില്ല. കാരണം ഇവര് എല്ലാത്തിനും ഇപ്പം ഈ മൂവിയുടെ ഇതിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും പുള്ളിയുടെ പൊളിറ്റിക്കൽ ടീമിന് ഒരു അജണ്ടയുണ്ട്. ഐ മീൻ എങ്ങനെയാണ് ഇത് കൺവേ ചെയ്യേണ്ടത്, എങ്ങനെ ഇത് ഐ മീൻ പൊട്രേ ചെയ്യണം, ഇതെല്ലാം അവർക്കൊരു ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവര് ഈ ഇത് കംപ്ലീറ്റ് പരിപാടി വർക്ക് ചെയ്തിരിക്കുന്നത്. മലേഷ്യയിലേക്ക് പോയപ്പോ അവിടെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു പൊളിറ്റിക്സ് സംസാരിക്കാനേ പാടില്ല. പുള്ളി ഇങ്ങനെ കാണിച്ചല്ലോ. പുള്ളി 2026 എന്ന് പറയും. കാരണം അതിന് പുള്ളിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഒന്ന് റിക്കവറായി ഒന്ന് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിനിടയിൽ ഒരു മൂവി റിലീസ്, ഇതിനിടയിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും.
അങ്ങനത്തെ തിയേറ്ററിൽ ഇനി അടിയൊക്കെ നടക്കുമെന്നാണ് അടുത്ത സംശയം. കത്തിക്കൊക്കെ തോന്നുന്നു. രാഷ്ട്രീയക്കാരന്മാരൊക്കെ ഒന്ന് പ്രാന്തമായി പറയാൻ പറ്റില്ല. fully prepared ആയി. അതെ. അതെ, പിന്നെ ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന മോളിലുള്ള റിലീസ് ഇതൊന്നും ഇപ്പൊ ഇല്ല. ഇവിടെ തിയേറ്ററൊക്കെ അടിച്ച് ഇതിനു മുമ്പത്തെ ഇതിൽ ആ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മൊത്തം ഇവന്മാര് മറിച്ചിട്ട് കളഞ്ഞില്ല. തിരക്ക് ഫസ്റ്റ് ഡേ റിലീസ്. അതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് ഡേ റിലീസ് ഇല്ല. വിജയുടെ പടം ഒന്നും അവിടെ ഇല്ല മോളിൽ. ഓ, അതുകൊണ്ടാണ് ലുലുവിലും ഇല്ല. ഫ്രണ്ടിലത്തെ ആ ഒരു അത്രയും വലിയൊരു ഗ്ലാസ് Full ഇതല്ലേ പോയി. മൊത്തം ആരേന് കാശ് മേടിക്കാനാ. ഇപ്പൊ തിയേറ്ററുകാർക്ക് നല്ലൊരു നഷ്ടമായിരിക്കും. വിജയ് വിളിച്ച ഗ്ലാസ് അതൊരു ഇത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. എന്തെന്ന് പറഞ്ഞാലും വിജയുടെ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര പടം ഓൾറെഡി കച്ചവടമായില്ലേ ഇവിടെ അതൊരു പടം ഓൾറെഡി ഇവിടെ അതിന്റെ വെല്ലാൻ റൈറ്റ്സും വാങ്ങിച്ചു കഴിയുമ്പോ പുള്ളിയുടെ പൈസ ആയി ആയി. പിന്നെ അല്ലാതെ Already profit-ലാണ്. പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നൻബി ഇതാണ് വാസ്തവം. വാസ്തവം. അത് വേറെ തന്നെയാണ്. നമുക്ക് കൊച്ചിലെ തൊട്ടുള്ള ഒരു ഇമോഷൻ. ഇത് സാധനം പൊളിക്കുക, അതിൽ യാതൊരു അംശമില്ല. ഈ ഏജിൽ അനിരുദ്ധിന്റെ പാട്ട് അറിയില്ല, അറിയാം പാട്ടടി അറിയില്ല. അതില് പുള്ളി കയറി ഒരു അലക്കലക്കിട്ടുണ്ടെങ്കിൽ പുള്ളി തിയേറ്ററിൽ പുള്ളി അലക്കും, അതിലൊരു സംശയമില്ല. പിന്നെ സ്റ്റോറി വൈസ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പുള്ളി കുറച്ച് ഇങ്ങനെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ എടുക്കും. പക്ഷെ ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞിട്ട് പുള്ളി അത്രയും ഒരു ഇതിലോട്ട് നമ്മളെ ഇത് ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആവില്ല എന്തായാലും. പക്ഷെ എന്തെങ്കിലും ഒരു സ്ട്രോങ് മെസ്സേജ് ഇതിൽ കാണും ഫൈനലിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ ടൈമിന്റെ മുമ്പായിട്ട്, കാര്യം ഇതിന് ശേഷം ഇനിയിപ്പോ ഇലക്ഷൻ കഴിയുന്നവരെ ചിലപ്പോ മൂവീസ് ഇല്ലെന്നാണോ പറഞ്ഞതെന്ന് അറിയാൻ വയ്യ. അപ്പം ഇലക്ഷന് മുമ്പായിട്ടുള്ള ലാസ്റ്റ് പടമാണ് ഇത്. അപ്പോ അതിൽ എന്തെങ്കിലും ഒരു ഇതിനെ റിലേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മീഡിയയിലെ മൂവീസ് എന്ന് പറയുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നോക്കിയിരുന്നാലും മൂവി സ്റ്റാർസ് ആണ് ഏറ്റവും കൂടുതൽ. ജയലളിത, MGR. ഇതിൽ ഇൻഡയറക്റ്റ്ലി ഒരു വോട്ട് ചോദ്യം കാണും എവിടെയെങ്കിലും. പുള്ളിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി ആരെടുത്തും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പുള്ളി ചോദിക്കുന്നില്ല. പുള്ളിക്ക് ഓൾറെഡി ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്ക് ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കണം. അതേപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു പുള്ളി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, പുള്ളിയുടെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് ചെയ്യാം, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാം, രാജ്യത്തിന് നല്ലത് ചെയ്യാം. പിന്നെ പുള്ളിക്ക് ഇതിൽ വന്നിട്ട് പൈസ സമ്പാദിക്കേണ്ട ആവശ്യമില്ല. പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ വേണമെന്നുള്ള അളവിൽ പുള്ളി 250 കോടി ഒരു പടത്തിന് വാങ്ങുന്ന ആക്കി ഇനി എന്ത് കാശ് കണ്ടൊക്കെ പുള്ളി മടുത്താണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വാളിക്ക് പണം നമ്മളിവിടെ എനിക്ക് തിരിച്ചു വരും 4 പേര്. ക്ഷമിക്കും. എന്തായാലും നമ്മൾ ഇനി അത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതെ, ദാറ്റ്സ് ഓൾ. ഇനി പടം കണ്ടതിന് ശേഷം നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിജയ് പടമാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണണം. പറയേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാരും തിയേറ്ററിൽ കാണും. ടിക്കറ്റ് കിട്ടിയ സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ. താങ്ക് യു ലൈഫ് പ്രൊജക്ട്. ബൈ ബൈ. ഓക്കെ, വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ഇനി നമ്മുടെ ടീമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നേക്കാം. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്, ബൈ ബൈ.